ഇവരുടെ കുറേ സേവിച്ച പട്ടികളൊക്കെ കുറേ ആൾക്കാർക്ക് കൊടുത്ത് ചില സ്കീംസിലൊക്കെ. അപ്പോൾ അതിൽ ആൾക്കാരെ തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡമുണ്ട്. താങ്ക് യു സാർ. അത് ഇതിൻ്റെ അകത്തൊരു വിഷയമുള്ളത് ഞാൻ പറഞ്ഞില്ല, നമുക്കിതൊരു വലിയ കടപ്പയാണ്. കാരണം ഇപ്പം മിൽമ വലിയൊരു കടമ്പയാണ് നമുക്ക് കടക്കാനുള്ളത്. കാരണം പാലെന്ന് പറഞ്ഞാൽ ഇപ്പം മിൽമ ഗുജറാത്തിലുണ്ടായി, പാൽ സൊസൈറ്റി വരും. അതിൻ്റെ മാർക്കറ്റിങ് വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, ഇല്ലേ? ഒരു ദിവസം പോലും വീട്ടിൽ ചായ എടുക്കാത്ത ദിവസമില്ല. അപ്പോൾ ചുരുങ്ങിയത് ഒരു ലിറ്റർ പാലെങ്കിലും ഒരു കൊച്ചു കുടുംബത്തിൽ വരെ വേണം. അതേസമയം നമ്മൾ തേൻ്റെ സാഹചര്യം എന്താണ്? നമ്മൾ ആര് തേൻവെള്ളം കുടിക്കുന്നുണ്ട്? ദിവസം ഒരു ഗ്ലാസ്സെങ്കിലും തേൻവെള്ളം. പിന്നെ വീട്ടിൽ വരുന്നവർക്ക് ഒരു തേൻവെള്ളം കൊടുത്താൽ പോലെ. നമ്മൾ ഈ സ്ക്വാഷിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോൾ അത് ഈ ഒരു അവബോധം ഉണ്ടാക്കാൻ ഞാനെല്ലാ മീറ്റിങ്ങുകളിലും ഞാനെൻ്റെ വീട്ടിൽ വരുന്നവർക്ക് ആർക്കും കൊക്കക്കോള അതായത് സ്ക്വാഷൊന്നും കൊടുക്കാറില്ല, തേൻവെള്ളം മാത്രം കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു നമ്മളിലൂടെ വേണം അത് പറയാൻ. നമ്മുടെ ഫെഡറേഷനിലെ മെമ്പർമാരെങ്കിലും വീട്ടിൽ അത്യാവശ്യം അത് മാത്രം ഉപയോഗിക്കും. ഞാൻ പറയാം, ഞാനൊരു 20-30 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ തേൻവെള്ളം കുടിക്കുന്നു. കട്ടൻ ചായ എന്ന് പറയുന്നില്ല, പാല് വാങ്ങിക്കാറുമില്ല, പാലിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. അത്യാവശ്യം തേൻവെള്ളമാണ് കൊടുക്കുന്നത്. ആ തേൻവെള്ളം തന്നെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിന് സമയം കിട്ടില്ല, കാണണമെങ്കിൽ കോള ഉണ്ടാക്കി കൊടുക്കുക. ഒരു ഇത് സോഡ അടിക്കുന്ന ഒരു സോഡ മെഷീൻ കൂടെ വാങ്ങി കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഇനിയില്ല, അതിനെപ്പറ്റി ചർച്ചയില്ല. അപ്പം നമ്മൾ തന്നെ വേണം ചിന്തിക്കാൻ തേനിൻ്റെ കൺസംഷൻ. അപ്പം അതിന് ഓരോരുത്തർ അത് കഴിഞ്ഞ് നമുക്ക് ഗവൺമെൻറ് ലെവലിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം. ഞാനെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാം? ഓക്കെ. ഈ നബാർഡിന് ഞങ്ങൾ 25 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ചെറുതേനീച്ചയിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ടെക്നോളജി ഇവിടെ നബാർഡിൻ്റെ കുറച്ച് ആർട്ടിസൻസ് വഴി കൂടുതൽ ആളുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ പ്രോജക്റ്റ് കൊടുത്തു. കുറേ നാളത് 2-3 വർഷം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ആ പ്രോജക്റ്റ് തിരിച്ചു ചോദിച്ചു. കാരണം ഇത് സാധാരണ എല്ലാ സ്ഥലത്തും നടക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റിനെ വേറെ ആളുകളുടെ അടുത്ത് വിൽക്കും. ഇത് ബാങ്കുകാരായാലും എല്ലാ ആളുകളുടെയും ജോലിയാണ്. വേറെ അവരുടെ റിലേഷനുള്ള ആളുകൾക്ക് ആ പ്രോജക്റ്റ് സാങ്ഷൻ കൊടുക്കും. അത് ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഒരുപാട് പ്ലാനിംഗ് ബോർഡായാലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ അവിടെ വഴക്കിടാനൊന്നും പോകുന്നില്ല. ഇവിടെ നമുക്ക് ഒരു ന്യൂക്ലിയസ് പ്രോജക്റ്റ് വിത്ത് 100 ആർട്ടിസൻസ്. നമ്മൾ കൊടുത്തത് 500 ആർട്ടിസൻസ്. 500 ആർട്ടിസൻസിന് നമ്മൾ കൊടുത്തപ്പോൾ 100 ആർട്ടിസൻസ് തന്നു. അതും നമ്മൾ 3 കോളനി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് ഒരു പരിശീലനം കഴിഞ്ഞിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ 3 കോളനി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ ഒരു കോളനി കഷ്ടിച്ച് അവർ തരാനായിട്ട് തുടങ്ങി. ഒറ്റ കോളനിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയത്. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമം നടത്തി. കാരണം നബാർഡ് തരുന്ന ആദ്യത്തെ പ്രോജക്റ്റാണ്. അത് 100% വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും, രവി സാറ്, നമ്മളെല്ലാ ഓഫീസേഴ്സ്, ഇപ്പോൾ KG നായർ സാറ്, ഇവിടെ തിരുവനന്തപുരത്തുള്ള എല്ലാ ആളുകളും അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പെർഫെക്റ്റായിട്ട് അത് നടത്തി എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സന്തോഷവാർത്ത. എങ്ങനെ സെലക്ട് ചെയ്തു എന്നുള്ളത് പത്രത്തിൽ നമ്മൾ ആഡ് കൊടുത്ത് നമ്മളെ ആളുകൾക്കെല്ലാം പത്രത്തിൽ മുഖേന നമ്മൾ അറിയിച്ചു. പിന്നെ നമ്മുടെ വേറൊരു പ്രോജക്റ്റ് BKP ക്ലസ്റ്റർ തിരുവനന്തപുരം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് MSMEക്ക് കൊടുത്തിരുന്നതുകൊണ്ട് ആ പ്രോജക്റ്റിൽ എല്ലാം ഒരാളിന് കൊടുക്കാൻ പറ്റില്ല. ആ പ്രോജക്റ്റ് ഇല്ലാത്ത ആളുകളെ വെച്ച് നമ്മൾ പ്രിയോറിറ്റി കൊടുത്ത് 100 ആളുകൾ സെലക്ട് ചെയ്തു. അത് നബാർഡിൻ്റെയും കൂടെ അംഗീകാരത്തോടുകൂടെ, അതായത് നബാർഡ് കൂടെ അതിനകത്ത് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ഇത് ലേഡീസിന് കൂടുതൽ കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളതിൽ ആ നോംസ്, നബാർഡിൻ്റെ നോംസ് ഉണ്ട് സർ, നോംസ് ഉണ്ട്. ആ നോംസ് അനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ 2 ദിവസത്തെ പരിശീലനം കൊണ്ട് തീർക്കണമെന്ന് വിചാരിച്ചു. 12 പരിശീലനം, ഒരുപാട് പരിശീലനം കൊടുത്തു. പക്ഷെ അവരെല്ലാം വെൽ വോച്ച്ഡാണ്. അവർക്ക് കൊടുത്ത കോളനികളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ വളരെ 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 അത് ജോൺ സാറിനാണ് ക്രെഡിറ്റ് ഗോസ്. അതായത് അത്ര ഭയങ്കര സ്ട്രോങ് കോളനികൾ അവർക്ക് കൊടുത്തു. നെക്സ്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ അവർ വിഭജിച്ചു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മോണിറ്ററിങ് നടത്തി. അതിൻ്റെ റിപ്പോർട്ട് അവർ ചോദിച്ചു. മോണിറ്ററിങ് റിപ്പോർട്ട് ഞങ്ങൾ നടത്തി. അതെല്ലാം ഫീയുടെ ചെലവിലാണ് നടത്തിയത്.
ആ റിപ്പോർട്ടും നബാർഡിന് കൊടുത്തു. ദേ ആർ വെരി ഹാപ്പി. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ നാഷണൽ കോൺഫറൻസിന് അവർ നമുക്കത് നടത്താനായിട്ടുള്ള ഒരു സഹായം തന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. SHM, നബാർഡ്, പിന്നെ ഹോർട്ടികോർപ്പ് ഒരുപാട് സഹകരിക്കത്തില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, നമുക്ക് അതിനകത്ത് പറയാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ അറിവുകൾ ജനങ്ങൾക്ക് പകരുക, അതിലൂടെ 100 പേർക്ക് നമ്മൾ അറിവ് പകരാൻ ശ്രമിക്കുമ്പോൾ 5 പേര് അറിവ് സ്വാംശീകരിച്ചാലും സർ അത് ഭയങ്കര ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. ഇത് വളരെ സുതാര്യമായിട്ടാണ് പത്രത്തിൽ ആഡ് കൊടുത്തിട്ട് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. സർ താങ്ക് യു. ഞാൻ തരാം. അപ്പം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂ വളർന്നു വന്നപ്പോഴത്തേക്ക് മിൽമയുടെ ഈ പാലിൻ്റെ കവർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ജയിൽ ചപ്പാത്തിയുടെ കവർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ള ഒരു ഇതൊക്കെ സങ്കല്പമൊക്കെ വന്നു. പക്ഷേ അതൊന്നും പിന്നെ നടന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ കുപ്പിക്കകത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന തേൻ, ആ കാലിക്കുപ്പി തിരിച്ച് നമ്മുടെ ഈ പറയുന്ന ഫിയായുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റോറിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ അതിൻ്റെ വില തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു മാർക്കറ്റിംഗ് കൂടെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു സർ, ഇത് ഡെപ്ത് സ്റ്റഡി. അപ്പോൾ അതുകൊണ്ട് സാറ് കൂടെ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഇങ്ങനെ ഒരു ലേണർ പേഴ്സൺ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് സാറിൻ്റെ ലെവലിലുള്ള അറിവില്ല. ഒരു കാര്യം അറിവുണ്ട്, നമുക്ക് ചില്ലു കുപ്പികളാണ് തേനിന് എപ്പോഴും സാർ അതാണ് ബെസ്റ്റ്. പക്ഷെ നമുക്ക് വരുന്നത് നമ്മൾ ഒരുപാട് കർഷകർ ഓൺലൈനിലാണ് തേൻ അയക്കുന്നത്. ഓൺലൈനിൽ ചില്ലു കുപ്പിയിൽ അയക്കുന്ന ആളുകൾക്കെല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോഴേ വേറൊരു ശൈലി വന്നത് സാർ, ഈ ഫുഡ് ഗ്രേഡിലുള്ള പ്ലാസ്റ്റിക് കുപ്പി, അതും നമ്മുടെ റൗണ്ട് ബോട്ടിലല്ല, ഈ എണ്ണയൊക്കെ ഒഴിക്കുന്നവർക്ക് നീളത്തിലുള്ള കുപ്പിയിൽ സീൽ ചെയ്ത് അങ്ങനെയാണ് ഈ ഓൺലൈനിൽ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ അയക്കുന്നത്. നമ്മൾ ഒരുപാട് കർഷകരുണ്ട്, നല്ല ക്ലീൻ തേനാണ്. അങ്ങനെ ഒരു തേൻ വാങ്ങിക്കുന്ന ഒരാൾ നമ്മളെന്നെ വാങ്ങിക്കും. സാറ് പറഞ്ഞത് നമുക്ക് മാർക്കറ്റിൽ വയ്ക്കുമ്പോൾ അഫ്കോഴ്സ് ചില്ലു കുപ്പി തന്നെ വയ്ക്കാം. സാർ നമുക്ക് ഒരുമിച്ചിരുന്ന് അത് ഡിസ്കസ് ചെയ്യാം. സാറിനെ കൂടെ ആഡ്. പിന്നെ ഒരു കാര്യം, പിന്നെ ഇതിലേക്കാണ് പോകുന്നത്. അത് കഴിയുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഉണ്ടായ ദുർഗതി ഉണ്ടാവും. രാഷ്ട്രീയക്കാർ ഇതിനെ കണ്ണു. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ അപകടകരമായ സ്ഥിതിയാണ്. വളരെ സൂക്ഷിച്ചില്ല എങ്കിൽ, പ്രത്യേകിച്ച് ജില്ലകളിൽ ഇത് വന്നു കഴിയുമ്പോൾ, അപ്പൊ ഇത്രയും നാളും തിരിഞ്ഞു നോക്കാതിരുന്ന ആൾക്കാരൊക്കെ പതുക്കെ ഇതിനെ അല്ല, ഇത് നമ്മളിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം PKP ക്ലസ്റ്ററിന്റെ ഒരു അടിപൊളി പ്രോജക്റ്റ് നമ്മുടെ ഈ കോവിഡിന്റെ ഇടയ്ക്ക് വാസ്തവത്തിൽ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. കോവിഡിന്റെ സമയത്ത് വേറെ പണിയില്ലായിരുന്നു, ഞങ്ങൾ റിട്ടയർ ചെയ്തു. ഞാൻ വൈകും കൂടെ ഒരുപാട് കാര്യങ്ങൾ ശരി ഉണ്ടാക്കിയതാണ് ആ പ്രോജക്റ്റ്. അതിനൊരു പൈസയും മാറ്റിയിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് പൈസയുണ്ട്. എത്രയോ പെർസെൻറ്റേജ്, 5 കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എത്രയോ പൈസ നമുക്ക് തരേണ്ടതാണ്. നമ്മുടെ കാശ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ വണ്ടി ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ പ്രോഗ്രാം. പക്ഷേ 674 ആർട്ടിസാൻസിനെ നോക്കിയപ്പോൾ, ആ കർഷകരെ, ആ പ്രോജക്റ്റിലുള്ള ബെനിഫിഷ്യറീസിനെ നോക്കിയപ്പോൾ ആർക്കുമൊക്കെ ഭയങ്കര പ്രയാസം. അത് ഏതോ വിഭാഗത്തിലുള്ള ആളുകൾ അതിനകത്ത് വന്നുപോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോജക്റ്റും ഇന്ത്യ ഗവൺമെന്റിന്റെ MSMEയുടെ KVICയുടെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് 2019, ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, 19 അവരുടെ പരസ്യങ്ങൾ, പത്രപരസ്യം കണ്ടിട്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന് വേണ്ടി അതിനും നമ്മൾ ഫിയുടെ ആഡ് കൊടുത്തിട്ട് ആളുകളെ കളക്ട് ചെയ്തപ്പോൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, ഏത് ജാതിയിലുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകളാണ് ഇന്നത്തെ വന്നത്. പിന്നെ നമ്മളിവിടെ നമ്മൾ ധരിച്ച കർഷകരെ നോക്കിയാൽ നമുക്കറിയാലോ ആരാണ് ജീവിക്കണം, എങ്ങനെയെങ്കിലും നന്നായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം, ആരോഗ്യപരമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് വരുന്നത്. അല്ലാതെ വെട്ടിമറിച്ചും വേറെ 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 രീതിയിൽ, ഞാൻ അത് പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്, അങ്ങനെ വരുന്നവരെ നമുക്ക് വീക്കാൻ കഴിയും. സോറി ടു സേ ദാറ്റ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി, വസ്തുനിഷ്ഠമായി, ഇതിൻ്റെ ഡെസിമിനേഷൻ എത്ര വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ 100 പേർക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മനോജ് കണ്ണൂരിലുള്ള ആളാണ്, കണ്ണൂരുകാരുടെ ഇരിപ്പുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് നമ്മളെ കൂടെ ഞങ്ങളെ വീട്ടിലെ റൂം ഷെയർ ചെയ്ത് അങ്ങനെ കഴിഞ്ഞ ആളിപ്പം മില്യണയറാണ്. അപ്പോൾ അയാൾ പറയും ഇവിടെ ഒരു കുറേ കളന്മാരുടെ ഒരു സംഘടനയാണ് ഫിയ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അവർക്ക് എല്ലാം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് അവർ വേറെ സോഴ്സ് പോകും. അയാൾ ഒരുപാട് പണക്കാരനാകുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ നമ്മൾ സത്യസന്ധത കീപ്പ് ചെയ്യണം.
സത്യസന്ധത ഇല്ലെങ്കിൽ അത് ഒരു ദിവസം തന്നെ സാർ അത് ഇപ്പൊ പറയണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒരു എത്തിക്സ് അനുസരിച്ച് ചെയ്യുന്ന സയൻസ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന അത് നമുക്ക് എന്നും ഗുണം ചെയ്യും. നമ്മൾ ഒരുപാട് പെട്ടെന്ന് സാറ് പറഞ്ഞത് വളരെ കോഷനാണ്. ഇത് രാഷ്ട്രീയക്കാരെ കൊടുക്കാൻ നമുക്ക് താല്പര്യം. ഇപ്പൊ നമ്മൾ ചത്തുപോകും, നാളെ മറ്റന്നാളും നമ്മൾ ചാവും. പക്ഷേ അടുത്തൊരു ജനറേഷൻ അതിനെ ക്രിയാത്മകമായി കൊണ്ടുപോകാനുള്ള ഒരു ജനറേഷനെ നമുക്ക് എക്വിപ്പ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് നിൽക്കണം. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിമർശന ബുദ്ധിയെ പറയരുത്, സജഷൻസ് ആയിട്ട് പറയണം. വിമർശനം പറയുമ്പോൾ ചില വയസ്സന്മാർക്ക് തോന്നും ഇത് വിമർശിച്ച് കളഞ്ഞല്ലോ തോന്നും. അങ്ങനെയല്ല. ഈ ചിലപ്പോൾ സാറ് പറഞ്ഞു, സാർ ഇന്നലെ നല്ല രൂക്ഷമായിട്ടാണ് വന്നത്. പക്ഷേ സാറിനത് മനസ്സിലായി. ഇനി ചിലപ്പോൾ നാളെ സാറായിരിക്കും വലിയ നേതാവായിട്ട് വരാൻ പോകുന്നത്. അതൊരു എല്ലാവരും നേതാക്കന്മാരാണ്. പക്ഷെ എല്ലാവരും കൂടെ സഹകരിക്കുക, നമുക്ക് ഇതിനെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തേന് ആളുകൾക്ക് ലഭ്യമാക്കണം, കർഷകർക്ക് നല്ല വില കിട്ടണം. മാർക്കറ്റിംഗ് ശൃംഖല നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് നമ്മൾ ചാടിക്കയറി ചെയ്യത്തില്ല. അതേസമയത്ത് റെസൊല്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ക്രിയാത്മകമായി എന്ത് ചെയ്യണം. സാറിനെ കൂടെ വി വോണ്ട് യുവർ ബ്രെയിൻ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം അഞ്ചൽ നിന്ന് ബിനുവറീസാണ് എൻ്റെ പേര്. നമ്മൾ ഓരോ വർഷവും ഇവിടെ ഹണി ഫെസ്റ്റ് നടത്തുന്നു. പത്രപ്രവർത്തകരെ വിളിക്കുന്നു, മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു. അവർ എന്തുകൊണ്ട് മന്ത്രിമാർക്കും MLA-മാരുടെ ചോദിക്കുന്നില്ല? ഇന്നലെ കേന്ദ്രീയ ദർശനയുടെ ഫെസ്റ്റ് എല്ലാം നടത്തുന്നു. കർഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണോ? അവരെന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നുണ്ടോ? 2, എല്ലാ വർഷവും ഓരോ ജില്ലയിലും ചിങ്ങമാസത്തിൽ ഓരോ കർഷകരെ ആചരിക്കുന്നുണ്ട്. പക്ഷെ അത് ആചരിക്കുന്നുമില്ല. ഒരു പ്രാവശ്യം ആചരിക്കുന്നു, പിന്നെ അവരെ വിളിക്കുന്നില്ല. അത് എത്ര വർഷമാണ് ആചരിക്കുന്നത്? 2, എല്ലാ വർഷവും തേൻ ഉത്പാദനം നടത്തുന്നു. ബ്രീഡർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഖാദി ബോർഡ്, ഹോർട്ടിക്രോപ്പ് തുടങ്ങിയ സംഘടനകൾ വന്ന് മീറ്റിംഗ് കൊടുക്കുകയും അവർക്ക് പെട്ടികൾ കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ആളുകൾ 10, 20, 25 മാറിക്കൊണ്ട് പോകുന്നു. അവരുടെ ട്രെയിനിങ് അത് എടുക്കാനോ അവർക്ക് തേൻ എടുക്കാനോ ഒന്നും അറിയത്തില്ല. അതുപോലെ യൂട്യൂബിൽ അത് കണ്ടു അത് മനസ്സിലാക്കുക എങ്ങനെയാണോ അറിയാൻ സാധിക്കില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതെന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇതൊന്ന് റിസീവ് ചെയ്യാനോ ഈ മുമ്പോട്ട് ഞാൻ അവതരിപ്പിക്കുമെന്ന് പറയാമല്ലോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ട്രഷറർ ശ്രീ SA ജോൺ സാറിനെ നമ്മുടെ കണക്കുകൾ അവതരിപ്പിക്കാനായിട്ട് വിളിക്കുകയാണ്. ബഹുമാനവും സ്നേഹവുമുള്ള ജനറൽ സെക്രട്ടറി ഡോക്ടർ ദേവൻ സാർ, മറ്റ് കമ്മിറ്റി പ്രിയപ്പെട്ട കേരള കർഷക സമിതികളെ, കടൽ കണക്കിൽ ചുരുക്കമായി പറയുന്നു. വളരെ വിപുലമായിട്ട് വിശാലമായിട്ട് ചാപ്റ്ററിനകത്ത് അടിച്ചിട്ടുണ്ട്. തുടങ്ങാം. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ സെർവിക്കൾച്ചറിസ്റ്റ് കിയ വരവചിലവ് കണക്കുകൾ 1/4/2023 മുതൽ 31/3/24 വരെ, ഇതിന് മുൻവർഷങ്ങളിലാണ് തന്നെ ഇതുവരെ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഓരോ വർഷവും കോവിഡ് സമയത്തുള്ള എല്ലാം തന്നെ നമ്മുടെ സ്ഥിരം ഓഡിറ്റർ വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട്സ് പല ആവശ്യങ്ങൾക്ക് പലതിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കിട്ടിയതാണ്. അത് വിശദമായിട്ട് സ്റ്റഡി ചെയ്യുന്നതിനും കാരണം ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളായി സാധിച്ചില്ല. എന്നാലും ഒരു ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. സംശയങ്ങൾ തോന്നുന്നുണ്ട് ചോദിക്കാം. പലതും കമ്പൈൻസ് എടുത്തിട്ടുണ്ട്. കാരണം ചുരുങ്ങിയിരിക്കുകയാണ്. മറ്റേ 3-4 പേജായി പോകും. ആദ്യമായിട്ട് മുന്നിരിപ്പ് ബാങ്കിൽ ഇവിടെ ഈ പറയുന്ന ബാങ്ക് നമ്മുടെ നേരത്തെയുള്ള ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ബാങ്ക് 2 ബാങ്കുണ്ട്. അതായത് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ 4th ബ്രാഞ്ച്. അവിടെയാണ് നമ്മൾ ആദ്യം CAക്ക് വേണ്ടി അക്കൗണ്ട് തുടങ്ങിയത്.
അവിടെയുള്ള അക്കൗണ്ടാണ് ഇത് മെയിനായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രാജേന്ദ്ര സാർ, ഡോക്ടർ ടി പി രാജേന്ദ്ര സാർ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടായി. അപ്പോൾ സാറിൻ്റെയും മറ്റവരുടെയും ആഗ്രഹം അനുസരിച്ച് നമ്മൾ കാനറ ബാങ്കിൽ കൂടെ ഒരു അക്കൗണ്ട് തുടങ്ങി. കാനറ ബാങ്ക് സ്ഥാപനങ്ങൾ അവിടെ സ്ഥാപനങ്ങളുണ്ട്. അവിടെ നല്ല ഈ കഴിഞ്ഞ ഓൺലൈനിൽ വളരെ ആക്റ്റീവായിട്ട് പല കമ്പനികളും പങ്കെടുത്തു. അങ്ങനെ 10-12 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്, ചിലവ് കഴിഞ്ഞ് ബാക്കിയുണ്ട്. പക്ഷെ അത് ഇതുവരെ, കാരണം ഈ വർഷത്താണ് ഈ പറഞ്ഞതിന് ശേഷമുള്ള അടുത്ത വർഷത്തെ 2 കമ്പയിൻ ചെയ്ത് അതിന് ചെയ്യും. ഇപ്പോൾ പറയുന്നതെല്ലാം തന്നെ കഴിഞ്ഞ വർഷമുള്ളത്. അതിൽ തന്നെ പലതിൻ്റെ പകുതി ഭാഗങ്ങൾ അനുബന്ധ വർഷം തന്നെയായിരിക്കും. അങ്ങനെ അങ്ങനെ ഉള്ള ഡീറ്റെയിൽസാണ് വരുന്നത്. അവരുടെ സംശയം എന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്താണെന്ന് പറയാം. ബാങ്കിൽ ഉള്ള ബാലൻസ്, ബാങ്ക് ബാലൻസ് 3,05,670 രൂപ 15 പൈസ. 3,05,670 രൂപ 15 പൈസ. കൈവശം 278 രൂപ 40 പൈസ. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റ് 2 ഉണ്ട്. അത് ഈ നമ്മുടെ ഫ്രീ തുടങ്ങിയ സമയം മുതൽ തന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നു. അത് ഓരോ വർഷം അതിനകത്ത് പലിശ ആ എമൗണ്ട് തന്നെ ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചത് ടോട്ടൽ എമൗണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ എമൗണ്ട് കൊടുക്കൊണ്ടിരിക്കും. ഇപ്പോൾ അത് 2 അക്കൗണ്ടായിട്ട് 4,92,462 രൂപയുണ്ട്. ഞാൻ സ്പെഷ്യലി പറയാം. ഒന്നാമത്തെ അക്കൗണ്ടിൽ 2 അക്കൗണ്ടായിട്ടാണ് 2,10,11 രൂപയും 2,79,751 രൂപയും ചേർത്താണ്. ഞാൻ ഈ കണക്ക് ശരിയാക്കി ഞാനും കൂടെയാണ്. 4,92,460. ഓക്കെ. അടുത്തതായിട്ട് നേരത്തെ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ആഡിറ്റർ ഷെഡ്യൂൾ 1 അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ട്. അത് പ്രകാരം വസ്തു വാങ്ങുന്നതിന് അങ്ങളിൽ നിന്നും പലിശ ഇല്ലാത്ത വായ്പ ഇനത്തിൽ 4,68,040 സാർ അതല്ല സാർ ഈ ഇയർ നോക്കണം. ഇത് ഈ വർഷം അധികം വാങ്ങിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഡോക്ടർ ടി പി രാജേന്ദ്രൻ സാർ ട്രിവാൻഡ്രം വന്നിട്ട് നമ്മുടെ പ്ലോട്ട് ചെയ്ത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം വീട്ടിൽ പോയിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ 2 ലക്ഷം രൂപ ഡൊണേഷൻ തരുന്നുണ്ട്, അതുപയോഗിച്ച് ചുറ്റും ഫെൻസിങ് പോകണം. അങ്ങനെ നമ്മുടെ രവീന്ദ്ര സാറിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ടാറ്റ കമ്പനിയുടെ സ്റ്റീൽ പൈപ്പുകളും സ്റ്റീൽ നെറ്റും കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫെൻസ് ചെയ്തിട്ടുണ്ട്. അതിന് അപ്പോൾ പറയാം. 2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇനി ബാങ്ക് പലിശ ഇത് പ്യൂർലി SB അക്കൗണ്ടിലെ പലിശയാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ 3-4 പ്രാവശ്യം ചെറിയ എമൗണ്ടായിട്ട് വന്നിട്ട് ടോട്ടൽ 3,327 രൂപയാണ്. കാരണം മറ്റേ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പലിശ അത് തന്നെ ആരംഭിക്കുന്നു. ഇത് മറ്റേ SB അക്കൗണ്ടിൽ മാത്രമാണ്. ഇനി ആജീവനാന്ത അംഗത്വ വരവ് നമ്മുടെ ഈ തുടങ്ങിയ വർഷം മുതൽ തന്നെ ഓരോ വർഷവും നമ്മൾ പുതിയ ആൾക്കാരെ ചേർക്കുന്നുണ്ട്. ആദ്യം 1-2 വർഷം അംഗത്വ ഫീസ് 500 രൂപ ചേർന്നു. 1000 മെമ്പേഴ്സ് ആയപ്പോൾ അത് 1000 രൂപ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും 1000 രൂപ വയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷത്തിന് പല അംഗങ്ങളുടെയും ആഗ്രഹമുണ്ട്. ഇപ്പോൾ 2050 മെമ്പേഴ്സ് നമുക്കുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ചേർന്നിട്ട് ID കാർഡ് കഴിഞ്ഞ വർഷം കൊടുത്തു. അങ്ങനെ ഈ വർഷം ചേർന്നത് മാത്രമാണ് 17 പേര് 17,000 രൂപ 17,000 രൂപ ആജീവനാന്ത അംഗത്വത്തിന് ഉള്ള വരവാണ്. ഇനി നബാർഡിൽ നിന്ന് ഗ്രാൻഡ് ലഭിച്ച വലിയ എമൗണ്ടാണ്. പക്ഷെ ഇവിടെ ചെറിയ എമൗണ്ടാണ് പറയുന്നത്. കാരണം മറ്റു വർഷം ചിലവാക്കി കഴിഞ്ഞ വർഷം ചിലവാക്കി അനുബന്ധ വർഷം. ഇപ്പം ഈ വർഷം ഇതിൽ അക്കൗണ്ടിൽ വരുന്നത് 1,18,000 രൂപ 26/9/23 നമ്മുടെ അക്കൗണ്ടിൽ വന്നതാണ്. 1,18,000 രൂപ എല്ലാം കംപ്ലീറ്റ് ബാങ്ക് 10,000 രൂപ ബാങ്ക് ട്രാൻസാക്ഷൻ. അങ്ങനെ ആകെ വരുമാനം വരവ് 16,05,572 രൂപ 16,05,572 രൂപ 55 പൈസ.
ഇനി നമുക്ക് ചിലവുകൾ പറയാൻ പറ്റും. ചിലവുകൾ ആദ്യത്തത് എല്ലാ വർഷവും വെബ്സൈറ്റ് റിന്യൂവലിന് ഒരു 5000-നും 10,000 രൂപ കൊടുക്കണം. ഈ കഴിഞ്ഞ വർഷത്തെ റിന്യൂവലിൻ്റെത് 6,850 രൂപയാണ്. അത് ഒരു പാർട്ടിയുടെ സ്ഥിരമായിട്ട് വെബ്സൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങളെല്ലാം നോക്കണം, വളരെ മനോഹരമാക്കി നടത്താൻ 30,000 ഇതിന് ശേഷം 30,000 രൂപയാക്കി പുതുക്കി ശരിയാക്കി www കഴിഞ്ഞിട്ട് .PRHoneyBee.com ഇപ്പോൾ മിക്കവാറും വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻസ് അധികം വെബ്സൈറ്റിൽ വന്നത്. വെബ്സൈറ്റ് ഇപ്പോൾ പുതുക്കിയതിൻ്റെ അടുത്ത് ഈ വർഷത്തിലേ വരും. ഇത് നേരത്തെ കഴിഞ്ഞ വർഷം ചിലവ് മാത്രമാണ്. ഇനി ID കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഈ 1000 രൂപയ്ക്ക് മെമ്പർഷിപ്പ് ആയതിനു ശേഷം ഉള്ള ID കാർഡ് ഇനി അടുക്കാൻ പറഞ്ഞു വരുന്നത്. ഇതുപോലെ ID കാർഡാണ് സ്റ്റാഫൊക്കെ ഉള്ളത്. അത് എല്ലാവരും ഇങ്ങനെ ആക്കാൻ താല്പര്യപ്പെടുന്നു. ആദ്യം കുറച്ച് പേർക്ക് മാത്രം നമ്മുടെ 100 വെച്ച് ചാർജിൽ എടുക്കുന്നു. ആദ്യം ഇപ്പോഴും പഴയ കാർഡുള്ളവരെല്ലാം അപേക്ഷിക്കുന്നവർക്കെല്ലാം പുതിയ ഫ്രീയായിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ ഉള്ള ചിലവ് ഈ വർഷം 840 രൂപ. ഇനിയിപ്പോൾ കുറേ വരും. ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കുറേ എടുത്തിട്ടുണ്ട്. വരും. ഈ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പല പ്രാവശ്യങ്ങളും എല്ലാം ചേർത്ത് 5,872 രൂപ. ആഹാരങ്ങൾക്ക് അവിടെ വെച്ചുള്ള പല ഫംഗ്ഷൻസിനും ഉള്ള മീറ്റിങ്ങുള്ള ആഹാരത്തിൻ്റെ ടോട്ടൽ അത് നബാർഡ് സ്കീമുള്ളതിൽ നമ്മൾ ചേർത്താണ് 7,424 രൂപ. 7,424 ആഹാരം സ്കീമിൽ അതിലുണ്ട്. ചായ കൊടുത്തത് വളരെ ലഘുവായിട്ടാണ് ഒരു ചായ കൊടുത്തത്. ഇനി മൊട്ടോ കോട്ടിൽ അതായത് സിയാ സ്ഥലത്തിന് ചുറ്റും വേര് നിർമ്മിച്ചതിന് കമ്പ്യൂട്ടർ കിട്ടാനായിട്ട് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര സാറ് 2 ലക്ഷം തന്നു. പക്ഷേ രവീന്ദ്ര സാറ് നേരത്തെ വളരെ കുറച്ച് ആയിട്ടുള്ള അത് 1,65,450. ഇനി ചില കണക്കിൽ ഈ വർഷത്തിലുണ്ട്. ഈ വർഷത്തിൽ അടുത്തായിട്ട് ബാങ്ക് ചാർജുകൾ അവർ ഈ മെസ്സേജ് അയക്കുന്നവരെ മറ്റേ പലതും ചാർജ് മറ്റേ നമ്മുടെ ബുക്ക് പാസ്ബുക്ക് ചെക്ക് ചാർജ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രാവശ്യം അത് ഈ വർഷത്തിലുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തിൽ ബാങ്ക് ചാർജ് അങ്ങനെ 855 രൂപ. ഓഡിറ്റ് ഫീസ് 5,900 രൂപ. ഇത് ഇന്ത്യയുടെ കാണിച്ചു. അത് പ്രൊഫഷണൽ കാണിച്ച് ഇപ്പോൾ ചെയ്ത് ചാർട്ടർ അക്കൗണ്ട് ചെയ്ത് സ്ഥിരം അക്കൗണ്ട് 5,900 രൂപ. ഇനി ചെറുതേനിച്ച കർഷകർക്ക് അതായത് നബാർഡ് സ്കീം അനുസരിച്ചാണ് കോളനികൾ വിതരണം ചെയ്യുന്നത്. അത് 3 ലക്ഷം രൂപയാണ്. കാരണം അത് നബാർഡ് സ്കീമുള്ളതാണ്. പിന്നെ ആ നബാർഡ് സ്കീമിൽ തന്നെ ആ പ്രോഗ്രാംസ് ഒരുപാട് നേരത്തെ സൂചിപ്പിച്ച ക്ലാസ് എടുക്കേണ്ടി വരും. അങ്ങനെ റെൻറ്റ് ഹാൾ റെൻറ്റ് 20,000 രൂപ. അത് അവരുടെ അലോട്ട്മെൻറ്റ് ഉള്ളതാണ്. പിന്നെ ഹാർഡ്വെയറിയും ടു റിസോഴ്സ് പേഴ്സൺസ് അതും 20,000 രൂപ. അടുത്തായിട്ട് പ്രോജക്റ്റിന് കോർഡിനേറ്റർ അവർ തന്നെ തന്നിട്ടുണ്ട്. പ്രോജക്ട് കോർഡിനേറ്റർ അത് ലാസ്റ്റ് ഡിസ്കഷനിൽ പോയി അങ്ങനെ കൊടുത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട തുകകൾ 23,100 രൂപ. പിന്നെ സ്മരണീയകൾ ഉപഹാരങ്ങൾ എന്നിവ കൊടുത്തതിന് 3,500 രൂപ. എനിക്ക് ദിനാഘോഷം കഴിഞ്ഞ വർഷം കൊണ്ട് ഗംഭീരമായിട്ട് നടത്തി. പക്ഷെ എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി മോശം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. YMCയിൽ നിർത്താൻ ധ്യാനം സാർ നേരത്തിൽ ഗംഭീരം നടത്തി. അതിന് വന്ന തുകയിൽ കുറച്ച് ഭാഗം നമുക്ക് അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് ചിലവായ തുക 67,097 ഈ ചെറുതേനിച്ച കോളനി നമ്പാടിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടസഹിച്ചു. ആദ്യം 100 കോളനിക്ക് ആദ്യം അനുഭവം അങ്ങനെ അതിനുവേണ്ടിയുള്ള സ്റ്റാൻഡാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാൻഡ് ചിലവാക്കി 9,000 സ്റ്റാൻഡ് ചിലവാക്കി. അത് ഈ കൂടുതൽ കൊണ്ടുവച്ച് അതിന് ഫുഡ് കൊടുത്ത് ഫുൾ സ്കെല്ലാക്കാൻ വേണ്ടി ഇപ്പോൾ സ്റ്റാൻഡോടെ നോക്കിയും ഇതുപോലെ പ്രോജക്റ്റ് കണ്ടിന്യാൻ സാധിക്കും. നമ്മുടെ എഫ്ഐആറിയിലാണ് മലയത്ത് ഇതെല്ലാം കാണാം. എന്നാലും നമ്മളതങ്ങ് എടുത്തു. ഇനി നബാർഡ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് ആ നബാർഡ് സ്കീമിൽ കിട്ടുന്ന 4,200 ഇട്ടിരുന്നു. അത് വളരെ മനോഹരമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എല്ലാം കൊടുത്തു. 4,200 രൂപ. വസ്തു വാങ്ങാൻ അഡ്വാൻസ് നൽകിയവരിൽ അത്യാവശ്യം വളരെ അത്യാവശ്യമുള്ളത് പലപ്പോഴും ആവശ്യപ്പെടുന്നു. അവർക്ക് അവർ തുക തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തത് 4,65,000
1000 രൂപ. ഇത് ഈ കഴിഞ്ഞ ആഴ്ചകൾ കൊടുത്തതില്ല, കഴിഞ്ഞ ആഴ്ച ഇവിടെ 2 മുതൽ കൊടുക്കേണ്ടി വന്നു. അത് നമ്മുടെ ചില ലോകത്തിന് അങ്ങനെ ഒരു 1.5 ലക്ഷം ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നവരോട് വലിയ സ്നേഹവും സന്തോഷവും തോന്നുന്നു. പക്ഷേ കൊടുക്കാൻ നമ്മളെങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യും. അതിനാരെങ്കിലും കൊണ്ടുകൊണ്ടൊക്കെ ചെയ്തത്. ഇനി പല വക ചെറിയ ചിലവുകൾ ചേർത്ത് ABC 676 രൂപ. ഇപ്പോൾ കൈവശം ക്ലോസിംഗ് ബാലൻസാണ് കൈവശം ക്യാഷ് ഇൻ ഹാൻഡ് 806 രൂപ 40 പൈസ. ബാങ്കിൽ 40,794 രൂപ 65 പൈസ. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ ആസിറ്റേഴ്സ് കാനറ ബാങ്കിൽ നമുക്ക് മിച്ചം 12,50,212 രൂപ ഉണ്ട്. ഒരു ചെറിയ അത് ഈ കണക്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് 4,92,400 നേരത്തെ അവിടെ പറഞ്ഞതാണ്. അതോടെ ചേർന്ന് ടോട്ടൽ ചിലവ് 16,05,572 രൂപ ബാലൻസ്. അല്ല സാർ, ഇവിടെ ചോദിക്കില്ല. 16,05,572 രൂപ 55 പൈസ വരവ് ചെലവ് മാത്രം. മറ്റേ അതിനുശേഷം വന്ന രാജേന്ദ്ര സാറിൻ്റെയൊക്കെ വന്ന് വേറെ പ്രത്യേകത അതാരെങ്കിലും ചോദിച്ചപ്പോൾ അത് അടുത്ത വർഷത്തിൽ വരും. ഓക്കെ, ഇനി ഞാനും വിളിച്ച് ഉറപ്പ് കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ സഹായിച്ചു ചെയ്താൽ ഞാനിവിടെ മറ്റൊരു ലാസ്റ്റ് സമയം കുറച്ച് ആരോഗ്യ പ്രശ്നമുണ്ട്. എന്തായാലും ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ എല്ലാവരും സഹായിച്ചുകൊണ്ട് നന്ദി പറയുന്നു. സംശയമുണ്ട്. കൃത്യമായി വാർഷിക റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് ഓരോ അംഗങ്ങൾക്കും ചെയ്യാൻ. ഒപ്പം ഈ കണക്ക് ഇങ്ങനെ അവതരിപ്പിക്കുകയും ചെയ്തത്, ഈ കണക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ജോൺ സാർ ചെയ്തത് ഈ സുഖമില്ലാത്ത അവസ്ഥയെ പോലും അദ്ദേഹത്തിനെ കൂടി കണക്കുകൂടെ അവതരിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് സാർ ഈ കണക്ക് അവതരിപ്പിച്ചത്. പക്ഷേ ഈ കമ്മിറ്റിക്ക് ഒരു ഉത്തരവാദിത്വം, ചെയർമാൻ ഉൾപ്പെടെ കമ്മിറ്റിയുള്ള ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ കണക്ക് പ്രിന്റ് ചെയ്ത് ഇത് വായിച്ചു എന്താണെന്നുള്ള കാര്യം എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. പക്ഷേ ജോൺ സാറിനുള്ള വിശ്വസ്തത ഈ കണക്കിലുണ്ട് എന്നുള്ളത് 100% അംഗീകരിക്കും. പക്ഷേ അതല്ല സാർ ഒരു സംഘടനയുടെ കെട്ടുറപ്പും ഒരു സംഘടന മുന്നോട്ട് നയിക്കേണ്ടത്. കൃത്യമായി വാർഷിക റിപ്പോർട്ട് വേണം, കൃത്യമായി വരവ് ചെലവ് കണക്ക് വേണം, എത്ര രൂപ ബാലൻസ് ഷീറ്റ് വേണം, എത്ര രൂപ FD ഉണ്ടെന്നറിയണം, ഏതൊക്കെ ബാങ്കിലാണ് FD കിടക്കുന്നതെന്നറിയണം, ആരുടെയൊക്കെ പൈസയാണ് അഡ്വാൻസായി വസ്തു വാങ്ങാൻ തന്നിട്ടുള്ളതെന്നും ആർക്കൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു രേഖയായി തന്നെ വേണം. എന്നാൽ മാത്രമേ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ നമ്മളെല്ലാവരും ഒറ്റ മനസ്സും ഒറ്റ കാഴ്ചപ്പാടുമാണ്. പക്ഷേ ഇത്തരം കണക്കുകളിലും ഇത്തരം റിപ്പോർട്ടുകളിലും സംശയങ്ങൾക്കുള്ള ഇടം കൊടുക്കാതിരിക്കുവാൻ ബഹുമാനരായ കമ്മിറ്റി ഇനി മുതൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയുന്നു. ഇനി അത് ആവർത്തിക്കരുതെന്ന് കൂടി അപേക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഉദ്ദേശിച്ച ചില പ്ലാനിങ് ഉണ്ടല്ലോ, ആ പ്ലാനിങ് പ്ലാൻ പരമായിട്ട് ഉദ്ദേശിച്ച് ക്രിയാത്മകമായി കൊണ്ടുവരുന്നതിന് ഈ ഷെയർ ഹോൾഡേഴ്സ് ഇനി എത്രയൊക്കെ പൈസ കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഴ്ചപ്പാടും വേണം. അതിന് മുൻകൈയെടുത്ത് എന്ത് വേണമെന്ന് പറയണമെന്നുള്ളൊരു നമ്മൾ ആ MSC 5 കോടിക്ക് മുകളിലൊരു എമൗണ്ട് കിട്ടിയാൽ ഇതെല്ലാം സുഖമായിട്ട് പോയായിരുന്നു. അത് ശ്രമിക്കാനിട്ടല്ല, വേറെ സാറെ ഡൽഹിക്ക് പോയതാണ് അതുവേണ്ടി തന്നെ. പക്ഷേ എന്തോ പല കാരണങ്ങളുണ്ട്, അതിന് നമുക്ക് കിട്ടുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയുള്ളത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡ്രീംസും പ്രാവർത്തികമാകും. നമുക്ക് ശ്രമിക്കാം അത്ര തന്നെ. ഒരു 3 ലക്ഷം രൂപ സാറിന് ഓർമ്മയുണ്ട്, ഒരു കോൺഫറൻസിന് വേണ്ടിയിട്ട് എപ്പിടാടി ഒരു പുത്താജിയെ പോയി കണ്ട അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കണ്ടപ്പോൾ ഒരു 3 ലക്ഷം രൂപ സാങ്ഷൻ ആക്കി തന്നു. ഒരു 3 ലക്ഷം രൂപ സാങ്ഷൻ ആക്കി കിട്ടി. എന്തിനാ? ഒരു ഹണി ഫെസ്റ്റ് നടത്താൻ. അന്ന് ദേവദാസനാർ ഉണ്ടായിരുന്നു, എപ്പിടാടെ ഡയറക്ടർ പുത്താജി ഉണ്ടായിരുന്നു, ഡോക്ടർ RC കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒരു ഗ്രാൻഡ് പ്രോഗ്രാം നടത്തി. പക്ഷെ നമുക്കുള്ള പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് ഡൽഹിക്ക് പോകുന്നത്. ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ അവിടെ പോയി ഒന്നും സാധിക്കില്ല, സമയപരിമിതികളുണ്ട്. 1-2 ദിവസം നമുക്ക് ഡൽഹി പോകാനുള്ള വകുപ്പില്ല. ഇതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇങ്ങേ അറ്റത്തുള്ള ഈ സംസ്ഥാനം എന്നുള്ള ലെവലിൽ നമുക്ക് വരുന്നത്. അത്
അവിടെ പോയി നമ്മുടെ MP-മാരായാലും അവിടെ ഇരുന്ന് ഉറങ്ങുകയില്ല. അത് ഞാൻ സത്യം പറയുന്ന അതിപ്പോ അത് തന്നെയല്ലേ അവിടെ ആന പോലെ ഇരിക്കുന്ന MP-മാരെ ഏറ്റു നിന്ന് 4 ഹിന്ദിയിൽ 4 കീച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് ഗ്രാൻഡും സബ്സിഡിയും എല്ലാം കിട്ടും, നമുക്കിതൊന്നും കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചില ബലഹീനതകളും ചില ബുദ്ധിമുട്ടുകളും നമുക്കുണ്ട്. നോക്കാം, നമുക്ക് ഈ MSFP പ്രൊജക്റ്റ് ഒന്ന് പാസ്സാക്കി എടുക്കാവുന്ന ഈ അടുത്ത മീറ്റിങ്ങിനൊക്കെ പിന്നെ ഉണ്ട്. അത് തന്നെ അത് നോക്കാം സാർ. അതെ അല്ല നമ്മുടെ പ്ലാനിങ് കൊടുത്തിട്ട് ഈ പ്രകാരം ഞങ്ങളെ സഹായിക്കണം. അവിടെ രാഷ്ട്രീയ കളി നമുക്ക് വേണ്ട. ഓക്കെ. അത് ഇതിപ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ന് രാവിലെ വരെ ദേവനേശ്വർ സാറിനോട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞാണെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ബൈല ഭേദഗതിയുടെ ഒരു പരിപൂർണമായിട്ടുള്ള ഇത് ആയിട്ടില്ല. എന്നാലും നക്ഷനിൽ എന്തെങ്കിലും വെക്കാൻ കഴിയുമെങ്കിൽ ജനറൽ സെക്രട്ടറി വെക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ചെറിയൊരു അവലോകനം എന്ന് പറയുമ്പോൾ പല കർഷകരും ഇപ്പം എനിക്ക് എന്നോട് നേരിട്ടുള്ള പരിചയമുള്ള ഒരുപാട് കർഷകരുണ്ട് ഇവിടെ. അപ്പം അവർ പറഞ്ഞത് ഇവിടെ നമ്മുടെ ആവലാതികൾ കേൾക്കാൻ ഇതിനു മുമ്പൊക്കെ മന്ത്രിമാരെയും MLA-മാരുടെ പടയും ഉണ്ടായിരുന്നു. ഇവിടെ തേനീച്ച കർഷകരുടെ ആയാലും തേൻ വിൽപ്പന നടത്തി ജീവിക്കുന്ന സാധാരണ കർഷകരുടെ ആയാലും ആവലാതികൾ കേൾക്കാൻ ആരുമില്ലായിരുന്നു. അതൊരു പലരും പറഞ്ഞു. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഞങ്ങളൊന്നും കൂടെ വിമർശനാത്മകമായി ചർച്ച ചെയ്തു. അതാണ് ഒരു കാര്യം. പിന്നെ ഒരു അവലോകനം നടത്തുമ്പോൾ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ഒരു തേനിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നോക്കാനായിട്ടുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ തേനിൻ്റെ പ്യൂരിറ്റി നോക്കാനുള്ള സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഡോക്ടർ ശ്രീപൻ ദേവനേശൻ സർ ഒരു മിനിറ്റ്, അദ്ദേഹം നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡീനായിരുന്നപ്പോൾ, പ്ലീസ് ഹിയർ മീ, ദേവനേശ്വർ സർ പ്ലീസ് ഹിയർ മീ. അദ്ദേഹം അവിടെ ഡീനായിട്ടിരുന്നപ്പോൾ ഞാനും അദ്ദേഹമായിട്ട് ആലോചിച്ച് ചില എഴുത്തുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ആദ്യം പറഞ്ഞത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു ലബോറട്ടറി, തേൻ ടെസ്റ്റിംഗ് ലബോറട്ടറി ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഫണ്ട് അനുവദിച്ചു കൊടുത്തു. എത്ര കോടിയാണ്? 4.5 crores. അത് അദ്ദേഹം ഇരുന്നപ്പോൾ വന്നു. പക്ഷേ അതിനുശേഷം അതിനുശേഷം അതൊക്കെ നമ്മുടെ ഇതിലും പത്രത്തിലും നമ്മൾ തന്ന ഗവൺമെൻറ് മറുപടിയിലൊക്കെ ഉണ്ട്. ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി. അന്ന് അക്കാര്യങ്ങളിലൊക്കെ ഞാൻ പേരെടുത്ത് പറയും. അന്നേരത്ത് വന്നിരുന്ന ഡോക്ടർ രാജേന്ദ്രൻ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്ക്, ആമി കറക്റ്റ് പേരെടുത്തിട്ട് ഡോക്ടർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വൈസ് ചാൻസലർക്ക് അതിന് വലിയ താല്പര്യമില്ലായിരുന്നുണ്ട്. ആ ഫണ്ട് എടുത്ത് വകമുറിയൊക്കെ ചെലവഴിച്ചു. പക്ഷെ പിന്നെ സമ്മർദ്ദമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ എന്തൊക്കെ അവിടെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയുന്നത്. എന്തോ ആയിട്ടുണ്ട്. പ്രവർത്തനം തുടങ്ങിയത് എന്താ നമ്മൾ പറഞ്ഞില്ലേ, അത് ഈ സംഘടനയുടെ ഒരു നേട്ടമാണ്. ഓക്കെ, അത് കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ആവലാതികളൊക്കെ സൗകര്യമില്ലായിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് കടന്നു. പ്രോജക്റ്റ് ഇപ്പോൾ ഇതിൽ വന്ന് പഠിച്ച ഒരുപാട് പേര് പിന്നെ മുതലാളിമാരായി. അവർക്കൊക്കെ പിന്നെ മുതലാളിമാരുടെ സാമ്രാജ്യമായി ഒരു വേറെ ലെവലിൽ ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മിറ്റിയിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഒരു റീകൺസ്ട്രക്ഷൻ വേണ്ടി വന്നു. തേൻ വെച്ച് വയ്ക്കുന്ന ചെറുകിട കർഷകർക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുതലാളിമാരാകുമ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേര് പറയാതെ ഇതുപോലൊരു കൂട്ടായ്മ വളർന്നു വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് അവർ ഏതൊക്കെ രീതിയിൽ തളർത്താൻ പറ്റും തളർത്തും. ഇപ്പോൾ ഒരു മുതലാളി പോയിട്ട് ഒരു പ്രോജക്റ്റ് 5 കോടിയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിന് അറിയാമല്ലോ, അതിന് പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിന് കമ്മീഷൻ ഉണ്ട്. അത് കമ്മീഷൻ കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. ഖാദി ആൻഡ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ കുറേ തമിഴന്മാരുണ്ട്. ആ തമിഴന്മാരൊക്കെ ചോദിക്കാൻ ആരുമില്ല. അവന്മാരെ കൊണ്ടുപോയിട്ട് വേറെ തരികിടകൾ നടത്തണം. കൂടിൻ്റെത് കോളനിയുടെ എണ്ണത്തിൽ തരികിടകൾ കാണിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. കുറേ പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അവർക്ക് ഈ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്തിരിക്കാൻ അവിടെ കൊടുക്കാനും കമ്മീഷനുണ്ട്. ഒരു ഡിവൈഡ് ചെയ്തിരിക്കും. പക്ഷെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് അങ്ങനെ അവിഹിതമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ കൂട്ടായ്മകൾക്ക് പലപ്പോഴും ഗവൺമെൻറ് തലത്തിൽ നിന്നും ഉദ്ദേശിച്ച രീതിയിലുള്ള സഹകരണങ്ങൾ കിട്ടുന്നില്ല. ഏത് ഗവൺമെൻറ്റായാലും കിട്ടുന്നില്ല. ഗണേശൻ പറഞ്ഞൊരു കാര്യം കൂടെ പറയാം.
ഗണേശൻ ഈ നമ്മുടെ ഇവിടുത്തെ പ്രോജക്റ്റില്ലേ, ഇവിടുത്തെ പ്രോജക്റ്റ് അതും ഇതിൽ വന്ന് വയറ്റി തെളിഞ്ഞു പോയ ഒരാളിനാണ് കൊടുത്തത്. അറിയാമല്ലോ, ഇവിടെ കൊടുത്തത്. അതിൽ രാഷ്ട്രീയത്തിന് കാരണമില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം, ഞാൻ എല്ലാവരും പഠിച്ചപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പാഠങ്ങൾ പഠിച്ചിട്ടാണ് പിന്നെ പറന്ന് പിന്നെ ശക്തരായി. പിന്നെ അവരുടെ ലക്ഷ്യങ്ങൾ പറയും. അതാണ് അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇങ്ങനെയുള്ള പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ സംഘടന പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പക്ഷേ കേൾക്കാൻ മന്ത്രിമാരും ഇല്ലായിരുന്നു. ഇവിടെ ഇന്നവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇങ്ങനെ ഒരു കൂട്ടായ്മ വരുമ്പോൾ അതിൻ്റെ മെയിൻ മറന്ന് സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. അത് ഉണ്ടായിട്ടില്ല. ഇനി വരുന്ന ആളുടെ ഇങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം. അതിന് പറയുന്നില്ല, രാഷ്ട്രീയം നമ്മളൊരു രാഷ്ട്രീയ കേന്ദ്രമായാലും സംസ്ഥാനമായാലും നോക്കുന്നില്ല. ഇനി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്ന്, ഇവിടുത്തെ പല ജില്ലാ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുണ്ട്. തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്, പലയിടത്തും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പോവുകയാണെങ്കിൽ ഈ ജില്ലാ കമ്മിറ്റികളെ വെച്ചുകൊണ്ട് ഒന്നാമത് അവർ പിടിച്ചു കൂട്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ജില്ലാ കമ്മിറ്റികൾ ഇല്ലാതായിട്ട് തന്നെ കണക്കാക്കുകയാണ്. അതുകൊണ്ട് ആ എല്ലാ ജില്ലാ കമ്മിറ്റികളെയും നോമിനേറ്റ് ചെയ്ത് ഓപ്റ്റ് ചെയ്യണം, നോമിനേറ്റ് ചെയ്യുക. അത് ജനറൽ സെക്രട്ടറിമാരെല്ലാം കൂടെ ആലോചിച്ച് ചെയ്യും. എല്ലാ ജില്ലാ കമ്മിറ്റികളും അത് കൊള്ളാവുന്ന ജില്ലാ കമ്മിറ്റികളിരിക്കും. തിരുവനന്തപുരം, തൃശ്ശൂർ അങ്ങനെയുള്ളതൊക്കെ ഇരിക്കും. ഞാൻ വേറെ എവിടെയെങ്കിലും കൊള്ളാം. ബാക്കിയുള്ള എല്ലാം പിന്നെ അവർക്ക് വേറെ താല്പര്യങ്ങളായി അതുകൊണ്ട് ജില്ലാ കമ്മിറ്റികളെല്ലാം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാർ അത് പിടിച്ചിരുന്നേ. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇതിലൂടെയൊക്കെ പോയപ്പോൾ ഇവിടെ സംഘടന ഇത്രയും വർഷമായി പോയപ്പോഴേക്കും അതിലൊരു നമ്മുടെ ഈ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഒരു സംഘടനയുടെ. എന്തുകൊണ്ടോ അത് രൂപീകരണ നാളുകളിൽ ഇപ്പം അദ്ദേഹമാണ് ഇതെല്ലാം ഒപ്പിടുന്നത്, എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് എല്ലാം ഒപ്പിടുന്നത്. ട്രാൻസാക്ഷനും അദ്ദേഹത്തിൻ്റെ പങ്ക് വേണം. അപ്പോൾ ഈ ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ ഞാനും ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാനത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു സംഘടനയ്ക്ക് ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു സംഘടനയ്ക്ക്. ഇന്നലെ വരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് വേറെ കാര്യം. അത് നിങ്ങളുടെ മാത്രം സ്വകാര്യ കാര്യമല്ല, ഇവിടെയുള്ള അംഗങ്ങളുടെ കൂടെ കാര്യമാണ്. പൊതു താല്പര്യമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതുകൊണ്ട് ഇനി തൊട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളും ജനറൽ സെക്രട്ടറി ഞാനില്ലായിരുന്നു. അത് അങ്ങനെയൊന്നും പറയും. ജനറൽ സെക്രട്ടറി ഇനി ഒരുപാട് ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്ക് ജനറൽ സെക്രട്ടറി കൂടെ ഈ അക്കൗണ്ടിങ് പ്രശ്നം, ബാങ്ക് അക്കൗണ്ടിങ്, വിഡ്രോയിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ജനറൽ സെക്രട്ടറി കൂടെ യെസ്. അതാണ് രാജേന്ദ്ര സാറ് എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം. അത് നിങ്ങളെല്ലാവരും ഒരു ചർച്ചയിൽ കൂടാതെ കൈയടിച്ച് പാസ്സാക്കണം. ദേവനേശ്വര സാറിൻ്റെ അഭിപ്രായത്തിലോ മറ്റുള്ള ആരുടെ അഭിപ്രായത്തിലോ ഒരു പ്രസക്തിയില്ല. ശരി, ചർച്ച ചെയ്തോളൂ. എന്നാലും ചർച്ച കഴിഞ്ഞിട്ട് പാസ്സായിക്കോളൂ. ചർച്ച കഴിഞ്ഞ് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അതാ പറയാം, കൂടുതൽ ചർച്ചയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് പറയാം. ഇപ്പം അതില്ല. ഞാനിവിടെ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പോകുന്നില്ല. പേരിൽ അക്കൗണ്ട് ഉണ്ട്, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ. അതിൽ എനി ടു ക്യാൻ പലയിടത്തും ഇവിടെ കണ്ടിരുന്ന ഒരു ഞാൻ പറയാം. അപ്പോൾ തുടക്കകാലത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല സാർ, എനിക്കറിയാം സാർ. തുടക്കകാലത്തിലുള്ള ഒരു ജനറൽ സെക്രട്ടറി അയാളുടെ ജോലി മുമ്പ് ഓണത്തിൽ അയാൾ പുറത്താക്കി. ഞാൻ ആ വ്യക്തിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അയാൾ ഇങ്ങനെ ഇവർക്കൊക്കെ തന്നെ സംശയമുണ്ടായിരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി എന്നാലും അയാളെ ഇതിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. അയാൾ ജോലി മുമ്പ് ഓണത്തിൽ ആ കാലഘട്ടത്തിലെ പേപ്പറിലുണ്ടെങ്കിൽ അയാൾ പുറത്തായി. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഗോപകുമാർ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നപ്പോഴും അത് കഴിഞ്ഞ് ഞാൻ തന്നെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഞാനിതിൽ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഞാൻ എല്ലാ കണക്കും എനിക്കറിയാം. അതിനുള്ള വേല എൻ്റെ കയ്യിലുണ്ട്. ആ സമയത്തുണ്ടാക്കിയ ഞാൻ അതുകൂടെ പറയട്ടെ, ആ സമയത്തുണ്ടാക്കിയ ഏകദേശം 3 ലക്ഷം രൂപ ആണ് ആദ്യത്തെ ഇവിടുത്തെ FD കിടക്കുന്നത് റൗണ്ട് അബൌട്ട്. ആ സമയത്താണ് പ്രോജക്റ്റുകൾ കൊടുത്ത് അന്നത്തെ ഗവൺമെൻറ് എല്ലാം ബാക്കി വന്നാണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ദേവനേശ്വര സാർ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും പലയിടത്തും പോയി അദ്ദേഹത്തിന് കുറേ സ്ഥാപനങ്ങൾ എല്ലാം എനിക്കറിയില്ല, അവിടെ നിന്ന് കൊടുക്കുന്ന പൈസ അദ്ദേഹവും സംഘടനയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈ രാജേന്ദ്ര സാർ വന്നതിന് ശേഷം ഇപ്പം നല്ലൊരു ഫണ്ടിങ്, പരാഗണ സേവനങ്ങൾ, നമ്മൾ ഒരുപാട് പരാഗണ സേവനങ്ങളിലുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് ഗവൺമെൻറ് ഏജൻസീസ് അല്ല,
കൂടുതലും അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് ഏജൻസീസ് ഈ ഇത് കൊടുക്കുന്നതിനും ഇത് സെമിനാർ കോൺക്ലേവ് നടത്തുന്നതിനും ഇത് നടത്തുന്നതിനും അതോടൊപ്പം പരാഗണ സേവനങ്ങളിൽ തേനീച്ചകൾ ചെയ്യുന്ന ഈ സേവനം വെച്ചിട്ടുണ്ട് അതിൻ്റെ വേണ്ടി പ്രോപ്പഗേഷന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ബന്ധപ്പെട്ട് പുള്ളി ഒരു ഫണ്ട് ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ഇതിൽ പലത്. ബാക്കിയുള്ള സാധനം മെമ്പേഴ്സിൻ്റെ ഫീസും അതും ഇതൊക്കെയാണ്. അതെല്ലാം വലിയ കുഴപ്പമില്ലാതെ തന്നെ കിടക്കുന്നുണ്ട്. അതൊന്നും എടുത്തില്ല. ചുറ്റുമതിൽ നിർമ്മാണത്തിന് പോലും രാജൻ സാറിൻ്റെ 2 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് തന്നത്. അതിൽ 1,65,000 രൂപ ഇതിനാവുകയും പിന്നെ നമ്മുടെ എന്താണ് ഒരു വെബ്സൈറ്റ് അതിൻ്റെയൊക്കെ ആനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ്. അപ്പം ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം ഈ കാര്യങ്ങൾ ഈ പറഞ്ഞ ചർച്ച വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ അത് അംഗീകരിക്കണമെന്നുള്ളത് വേറെ ഓർഡറുകൾ വന്നു. എല്ലായിടത്തേക്കും വന്നിട്ടില്ല. ഞങ്ങളുടെ പാവർട്ടി ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാ വർഷവും വന്നിരുന്നു. അതുപോലെ കഴിഞ്ഞ വർഷം വിട്ടുപോയിട്ട് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ വന്നു. ഉടനടി ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഒരു തേനീച്ച കർഷകൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ അപേക്ഷ കൊടുത്ത സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നിയമമായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇനി അതിൻ്റെ പേരിൽ വേറെ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല, അത് ഓൾറെഡി നിയമമാണ്, എന്തോ ഒരു വീഴ്ച അതിൻ്റെ ഇടയിൽ വന്നു, അതുകൊണ്ടാണ് അത് നടന്നു പോകാൻ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ കൊല്ലം രണ്ടാമത് ആവർത്തിച്ച് വീണ്ടും ഒരു ഓർഡർ വന്നു, നിർബന്ധമായിട്ടും തേനീച്ച കർഷകർക്ക് ഇത് കൊടുക്കണം, അതെങ്ങനെയും കണ്ടുപിടിച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. സാർ, അതിന് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, ആരുടെ കയ്യിലുള്ള ഒറിജിനൽ ഓർഡർ ജിഒ ഉണ്ടെങ്കിൽ ഒന്ന് പാസ് ചെയ്താൽ നമുക്ക്, ആരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പാസ് ചെയ്താൽ നമുക്ക് നല്ല എളുപ്പമായിരിക്കും. നമുക്ക് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ഗവൺമെൻറ് ഒരു പേപ്പർ നമുക്ക് കൊടുക്കും. സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ ഇരുന്നിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്രായോഗിക സൈഡിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ മനസ്സുള്ള ഒരാൾ, നിങ്ങൾക്ക് ജോൺ സാറിനെയോ ദേവനേശ്വര സാറിനെയോ കുറിച്ച് പറയാം. ഞങ്ങളിങ്ങനെ 1 ലക്ഷം രൂപ തരാൻ തീരുമാനിച്ചു, സ്വമനസ്സാലെ അല്ലെ 50,000 രൂപ തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്യാവശ്യം വന്നാൽ എപ്പോഴാണ് തിരിച്ചു? അത്യാവശ്യം വന്നാൽ അപ്പം ഇപ്പോഴും കൊടുത്തോളൂ. ഇന്നലെ ഒരാൾ 50,000 ആയിക്കോട്ടെ. അപ്പൊ അത് നിങ്ങളുടെ മഹാമനസ്കതയെ അദ്ദേഹം ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെ അടുത്തൊരു ഘട്ടമുള്ളത് പറഞ്ഞല്ലോ. കാരണം ആ കോവിഡ് കാലത്തൊക്കെ പലരും ഓൺലൈനിൽ ആണ് നമ്മൾ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്നെങ്കിലും പലരും അതിനകത്ത് നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ കയറുകയല്ല. നമ്മൾ പലപ്പം വിളിച്ചു പറയും, പക്ഷെ അവരാരും സഹകരിക്കാത്ത വകയിലാണ് നമ്മുടെ ഈ ഓഫീസ് ബെയറേഴ്സിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുന്നത്. അതായത് ഇന്ന് നമ്മൾ ആക്കിയെടുത്തിരിക്കുന്നത് TP രാജേന്ദ്രൻ സാറ് അത്രയും വലിയൊരു നിലയിൽ തന്നെ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത രക്ഷാധികാരി ഏറ്റവും പരമപ്രധാനമായ ഇദ്ദേഹം രക്ഷാധികാരിയാണ്. അപ്പം നമ്മുടെ സംഘടനയ്ക്ക് 2 രക്ഷാധികാരികളാണ്. രാജേന്ദ്ര സാർ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ പ്രവർത്തനം ആദ്യമൂല്യം അങ്ങ് മാറി. അപ്പം രക്ഷാധികാരികളായിട്ട് ഡോക്ടർ TP രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാറ്, ഈ 2 പേരെയാണ് നമ്മൾ ഓൺലൈൻ ജനറൽ ബോഡിയിലൂടെ സെലക്ട് ചെയ്തത്. ഞാൻ നേരത്തെ ആണ് എങ്കിലും ഒന്ന് പുതുക്കി, കാരണം അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ പ്രസിഡൻ്റായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത്. ജനറൽ സെക്രട്ടറി ആയിട്ട് ദേവനേശ്വർ സാറ്, ട്രഷററായിട്ട് കാശ് കൈകാര്യം ചെയ്യുന്നത് അല്പം യുക്തമുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ജോൺ സാറ്, പിന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് KG നായർ സാർ, പിന്നെ ഷാജി C വർക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. നിങ്ങൾ അദ്ദേഹം വലിയൊരു സമ്പന്നനാണ്. അപ്പം അതറിയാമായിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ഭാര്യ ഇപ്പം വിദേശത്താണുള്ളത്, അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ വരാത്തത്. ഷാജി C വർക്കി. പിന്നെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് നമ്മുടെ രവീന്ദ്രൻ നായർ സാറ്, പിന്നെ ഇദ്ദേഹം ബിജു സുഭാഷ്, തൃശ്ശൂരുള്ള ആളാണ്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്. നമ്മുടെ ഏത് കാര്യത്തിൽ വിളിച്ചാലും ഇവർ 2 പേരും ഉണ്ടാകും. രവി സാറും ഉണ്ട്, ബിജു സാറും ഉണ്ട്. അപ്പം അതാണ് ജനറൽ ജോയിന്റ് സെക്രട്ടറി ആ പോസ്റ്റിലേക്ക് നിയമിച്ചത്. അപ്പം ഈ ഭരണസമിതി മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ അപ്രൂവൽ വേണം. താല്പര്യമുണ്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കും. ചോദിച്ചോളൂ സാർ. ഞാൻ എന്നാണ് ഓൺലൈനിൽ ഈ ഒരു കമ്മിറ്റി തെരഞ്ഞെടുത്തത്? നമ്മുടെ 2 ഒരു ഭരണസമിതി ആകുമ്പോൾ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഭാരവാഹികളാണ്. അതുകൂടാതെ ഭരണസമിതി മെമ്പർമാരാണ്, അത് ബയലേക്കകത്തുള്ളതാണ്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതിന് അതിന്റെ പ്രസിഡന്റ് കാണും, അല്ലെങ്കിൽ ഒരു ചെയർമാൻ കാണും, ജനറൽ സെക്രട്ടറി കാണും, പേട്രൺ കാണും, വൈസ് ചെയർമാൻ കാണും, ജോയിന്റ് സെക്രട്ടറിമാർ കാണും, കൂടാതെ ബോർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർമാർ കാണും. അത് 16 അംഗ കമ്മിറ്റി കാണാം, അല്ലെങ്കിൽ മൊത്തത്തിൽ 16 പേര് കാണും, അതിൽ 9 പേര് ഭാരവാഹികളാവും, 7 പേര് കമ്മിറ്റി മെമ്പർമാരും. കൂടാ അങ്ങനെയാണെങ്കിൽ ബയല ഇനി വരുമ്പോൾ ബയല ഭേദഗതിയിൽ 7 അംഗ കമ്മിറ്റിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബയല ഭേദഗതി വരും. അല്ല അങ്ങനെയല്ല സാർ പറയുന്നത് മറ്റ് ഓർഗനൈസേഷൻസിന്റെ സാർ നമുക്കത് അതുകൂടെ ഇൻകോർപ്പറേറ്റ് പിടിച്ച് പോകാൻ ഓരോ കാര്യങ്ങൾ താല്പര്യം മേലെ നിൽക്കുന്നവരാണ് ഞങ്ങളല്ല. ഇതിനകത്ത് എല്ലാവരും കുറച്ച് 1-2 പേര് പറയുന്നത് ഞാൻ അവരെ പ്രതിനിധീകരിച്ചത് എൻ്റെ അഭിപ്രായം വിയോജിപ്പുകളാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഘടന നിലനിന്ന് പോകണം. ഇവിടെ കേരളത്തെ പോലെ സഹകരണ മേഖലയിലും പൊതുവായ കാര്യങ്ങളിൽ ബോധവന്മാർ മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതലുള്ളവരാണ്. ഇതിൽ പല ആൾക്കാർക്കും ഇതെല്ലാം അറിയാം. പല ആൾക്കാരും മിണ്ടാതിരിച്ച് ചിരിക്കുകയാണ് പലതും കാണുമ്പോൾ. ഞാൻ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പല മേഖലയാണ്. ഒരു ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ചാലും കോഓപ്പറേറ്റീവ് ആക്ട് അനുസരിച്ചാലും ശരി, കിസാൻ സർവീസ് സൊസൈറ്റി പോലുള്ള സംഘടനകളായാൽ പോലും ഭാരവാഹികൾ മാത്രമല്ല, അതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, എന്നാൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അതുണ്ടാകണം. ഒപ്പം തന്നെ അതുപോലെ തന്നെ ഒരു റിട്ടേണിംഗ് ഓഫീസർ അടുത്ത് എത്ര വർഷമാണ് കാലാവധി എന്നുള്ള തീരുമാനം? 3 വർഷം കഴിഞ്ഞുള്ള റിട്ടേണിംഗ് ഓഫീസറെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അധികാരം കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൊടുക്കണം. ഇത് പൊതുയോഗമാണല്ലോ. പറയുകയാണെങ്കിൽ ഇത് ഒരു ചർച്ച വന്നത് ഇതൊക്കെ നേരത്തെ അപ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. ഇതെല്ലാം അടിച്ച് പാസ്സാക്കിയാണ്. വീണ്ടും വന്നപ്പോഴാണ് ഇതുപോലെ സംശയങ്ങൾ വന്നതെന്ന് ഞാൻ പറയുന്നത്. അല്ല സാർ, നമ്മൾ പറഞ്ഞത് അദ്ദേഹം ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോഴും ആണെന്ന്. അതിനകത്ത് ഒരു കാര്യമുള്ളൂ സാർ, ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അവിടെ 1965 അതില് ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ സംഘടനയാണിത്. അതെ, അതിനകത്ത് വ്യക്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് അത് നമുക്ക് നമ്മുടെ ഈ മോഡിഫിക്കേഷൻ വരുന്നില്ലേ സാർ? ഞാൻ പറഞ്ഞത് ഈ സാർ പറയുന്നത് നമ്മളിതെല്ലാം കേട്ടിട്ട് പോകണമെങ്കിൽ പൊയ്ക്കോളാം. നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും ആരെയും ചോദ്യം ചെയ്യാനോ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടായ ചില കാര്യങ്ങൾ പറയുന്നത് ആരെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടില്ല, പോകാൻ വേണ്ടിയിട്ടാണ്. അല്ല സാറ് പറഞ്ഞാൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയാം. അല്ല അങ്ങനെ അത് ചെയ്തോട്ടെ. അതായത് സാറ് പറയുന്നത് നിയമം അറിയുന്നതുകൊണ്ടാണ്. നമ്മുടെ 2008 ഒരു ബൈലോ ഉണ്ടാക്കി, നമ്മളൊന്നും എല്ലാം ഉണ്ടാക്കി, ഞാനൊന്നും എല്ലാം ഉണ്ടാക്കിയത്. ആ ബൈലോ നമ്മുടെ രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്രൂവ് ചെയ്തതാണ്. ആ ബൈലോയിലുള്ള നമുക്കൊന്നുകൂടെ പഠിക്കാം, സാറിനെ കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് അത് പഠിക്കാം. ആ ബൈലോയിൽ നിലവിലുള്ള സംഭവങ്ങളനുസരിച്ചാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മളൊരു ചെറിയ റിഫൈൻമെന്റ് നമ്മൾ ചെയ്യണമെന്ന് ആലോചിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും, അപ്പോൾ അങ്ങനെ വരുമ്പം സാറ് പറഞ്ഞ പോയിന്റിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പോഴതിനകത്തില്ല. അതിനകത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് സാറ് പറഞ്ഞ ഒരു പോയിന്റ്, ഇതൊരു സസ്റ്റൈനബിൾ, ഞങ്ങളൊക്കെ കുറച്ചൊക്കെ സീനിയറായി, ഇനി ഒരു പുതിയ ഒരു തലമുറ അത് നന്നായിട്ടുണ്ട്. അതേസമയം രാഷ്ട്രീയക്കാർക്ക് ഇത് കൊള്ളയടിക്കാനും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത പൈസ അങ്ങനെ കൊടുക്കാനും അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് പറ്റൂല. പിന്നെ ആവശ്യമില്ലാത്ത അവരെല്ലാം കയറി വന്നിട്ട് ഇത് സൊസൈറ്റിയാണെന്ന് പറഞ്ഞ് പിടിച്ചെടുത്തോണ്ട് പോകാനും നമുക്ക് സമ്മതിക്കാവില്ല. ഇത് പാവപ്പെട്ട കർഷകരുടേതാണ്. 1000 രൂപ ഒരു കർഷകൻ മരിക്കുന്നവരെ ഈ സംഘടനയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഒരുപാട് പ്രോജക്റ്റുകൾ എഴുതി കൊണ്ടുവന്നതിൻ്റെ ഇതാണ്. വേറെ ആർക്കും പിടിച്ചെടുത്തോണ്ട് പോകാനായിട്ട് നമ്മൾ കൊടുക്കാതെ, ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ, ജാതി കലർത്താതെ, മതം കലർത്താതെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചാൽ ഇത് നിലനിൽക്കും. അതിന് ഗണേശൻ സാർ പറഞ്ഞ പോലെ നമുക്ക് നിയമം നമ്മൾ പാലിക്കണം. നമ്മളെല്ലാം അണ്ടർ നിയമമാണ്, ലോക്ക് വിധേയരായവരാണ്. അത് സാറ് ഓർമ്മപ്പെടുത്തിയത് നന്നായി. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട്
ആ പാട്ടിൽ